മുഖത്തെ സൗന്ദര്യത്തിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ എന്നാൽ തന്നെ നമ്മുടെ കൈകളുടെ സൗന്ദര്യത്തിനും കാലുകളുടെ സൗന്ദര്യത്തിനൊന്നും നമ്മളൊന്നും ചെയ്യാറില്ല. ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ മുഖത്തെ സൗന്ദര്യം കൂട്ടുന്നത് പോലെ തന്നെ നമ്മുടെ കൈകളുടെ സൗന്ദര്യം കൂട്ടാനും കാലുകളുടെ സൗന്ദര്യം കൂട്ടാനും കഴിയുന്ന കാര്യമാണ്. കാരണം നമ്മുടെ മുഖത്ത് ഒരു കളറും കാലുകൾക്കും കൈകൾക്കും വേറൊരു കളറാണെങ്കിൽ നമ്മളെ കാണാൻ തന്നെ ഒരു ഭംഗിയും ഉണ്ടാവില്ല. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്താണെന്നുള്ളതൊക്കെ പറയാം. അതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ നിങ്ങളിലേക്ക് 3 ഓപ്ഷൻ വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മുടെ കൈകളുടെ സൗന്ദര്യം കൂട്ടാനും കാലുകളുടെ സൗന്ദര്യം കൂട്ടാനും വേണ്ടിയുള്ള കാര്യം തന്നെയാണ്. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ പുറത്ത് പോയി ചെയ്യുകയാണെങ്കിൽ നല്ല പൈസ കൊടുത്ത് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കൈകൾക്ക് വേണ്ടി പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്യുമ്പോൾ നല്ല പോലെ പൈസ കൊടുക്കണം. നമ്മുടെ സമയവും വേസ്റ്റായി പോകാറുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 100% റിസൾട്ട് കിട്ടുന്നതുമാണ്. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാവുന്നതുമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് കണ്ടു നോക്കിയാലോ. നമ്മുടെ കൈകളും കാലുകളും സുന്ദരമാക്കാൻ വേണ്ടി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കാണിക്കാൻ പോകുന്നത്. അതിന് നമുക്ക് വേണ്ടത് ഇളം ചൂടുള്ള വെള്ളം വേണം. ഇപ്പം ഞാൻ ഒരു നോർമൽ ഒരു ബേസണിനകത്താണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ വലിയ ബേസൺ ഉണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമ്മുടെ കാലുകളും വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബേസൺ ആണെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഞാനിപ്പോൾ ഇളം ചൂടുള്ള വെള്ളത്തിലോട്ട് എൻ്റെ കൈകളൊന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേത് ഷാമ്പു ആണോ നിങ്ങളുടെ വീട്ടിലുള്ളത് അത് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് കൈ ഒന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇത്രയും മതി ഷാമ്പു. നമുക്ക് കൈകളിൽ 2 ഭാഗത്തേക്കും ഇട്ടിട്ട് നല്ല രീതിയിൽ കൈകളൊന്ന് നല്ലതുപോലെ തിരുമ്മി എടുക്കുക. കൈകൾ നല്ല രീതിയിൽ ഒന്ന് ക്ലീനാക്കി എടുക്കുക. അതിന് ശേഷം നമ്മൾ നമ്മുടെ കയ്യിൽ ഇതേപോലുള്ള ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ക്ലീനാക്കി എടുക്കുക. കാരണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഫസ്റ്റ് ക്ലീനോടുകൂടി ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കൈകളിൽ അഴുക്കിരുന്നിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു രീതിയിലും റിസൾട്ട് കിട്ടില്ല. ഇത് എൻ്റെ കയ്യിലൊന്ന് ജസ്റ്റ് ഒരു പൊള്ളൽ വന്നതിൻ്റെ ഒരു പാടാണ്. ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് കൈ ഒന്ന് ഇതേപോലെ ബ്രഷ് ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഇതേപോലത്തെ ബ്രഷ് ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ നഖങ്ങളുടെ ഇടയിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. അതിലൊക്കെ അഴുക്ക് കയറി ഇരുന്നിട്ട് നമ്മുടെ നഖം കുഴിനഖം വന്ന് ഡാമേജ് ആയി പോകാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ എപ്പോഴും ക്ലീനാക്കി വെക്കണം നഖം. ഇതേപോലൊരു ബ്രഷ് നിങ്ങൾ ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തുണി കഴുകുന്ന ബ്രഷ് ഇല്ലയോ അത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ 2 ഭാഗത്തും അപ്പുറവും ഇപ്പുറവും നഖങ്ങളിൽ നല്ല രീതിയിൽ ചെയ്യുക. ഇതേപോലെ തന്നെ ഈ രീതി തന്നെ നിങ്ങൾ നിങ്ങളുടെ കാലിലും ചെയ്യേണ്ടതാണ്. നമ്മളിപ്പം ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടി കൈ ഒന്ന് ഇതിനകത്തോട്ട് ഒന്നും കൂടി മുക്കിയതിന് ശേഷം നല്ല ശുദ്ധവെള്ളത്തിൽ കൈ ക്ലീൻ ചെയ്തിട്ട് വരാം. ഞാനിപ്പം കൈയെല്ലാം നല്ല രീതിയിൽ കഴുകിയിട്ടുണ്ട്. തുടച്ച് നമുക്കൊന്ന് എടുക്കാം. നമ്മൾ ടവൽ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തുടച്ച് എടുക്കാം. ഇതിന് ശേഷമാണ് നമ്മളിനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബ് വിത്ത് പാക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ആദ്യമേ നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ് വേണ്ടത്. അതൊരു 2 ടേബിൾ സ്പൂണാണ് കോഫി പൗഡർ നമുക്ക് വേണ്ടത്. 2 ടേബിൾ സ്പൂണും വേണം. ഇത് നമുക്ക് ഞാനിവിടെ എടുത്തേക്കുന്നത് സ്ക്രബ് രീതിയിലുള്ള കോഫി പൗഡറാണ്. അല്ലാത്തത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ ഇതായതുകൊണ്ടാണ് ഞാൻ ഇതെടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 സ്പൂൺ ഒരു സ്പൂൺ തേനും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ കടലമാവാണ്. കടലമാവ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കടലമാവും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ. കാരണം പൗഡർ എല്ലാം കൂടി ഒന്ന് നല്ല രീതിയിൽ മിക്സ് ആവട്ടെ.
മിക്സ് ആയതിന് ശേഷം നമ്മളിനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന വേറൊരു കാര്യം, നമുക്ക് തൈരാണ് ചേർക്കേണ്ടത്. തൈര് അധികം പുളിയില്ലാത്ത തൈര് തന്നെ വേണം നമുക്ക് ചേർക്കേണ്ടത്. അതൊരു 3 സ്പൂൺ തൈരാണ് ചേർക്കേണ്ടത്. 3 സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് മിക്സ് ആക്കണം. ഈ ഒരു രീതിയിൽ പേസ്റ്റ് രീതിയിലായിട്ട് നമുക്ക് തയ്യാറാക്കി കിട്ടണം. അതിന് നമുക്ക് 3 സ്പൂൺ തൈര് തന്നെ വേണം. നമുക്ക് നമ്മുടെ സ്കിന്നിനകത്ത് നമ്മുടെ കൈകളുടെ എല്ലാ അതായത് നമ്മുടെ കൈയുടെ മുട്ട് വരെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുക പതഞ്ഞ് വരുന്നുണ്ടോ? ഇത് റിസൾട്ട് എന്ന് പറയുകയാണ് നമ്മുടെ ഈ ഒരു സ്ക്രബ് വിത്ത് പാക്ക് നമുക്ക് വേണ്ടത്. ഇത് നമുക്കിനി കൈകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ റെഗുലറായിട്ട് ചെയ്യാൻ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുക. നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാനിപ്പോൾ എൻ്റെ ഈ കൈയുടെ ഈ ഒരു ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൈ ഫുള്ളായിട്ട് ചെയ്യാൻ കൂടി നോക്കുക. ഇത് നമുക്ക് 2 കൈകളിലും ഇട്ട് കൊടുക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ കൈകളുടെ സൗന്ദര്യം. കാരണം കൈകൾക്ക് നമ്മുടെ ഫേസിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് നൽകേണ്ടതാണ്. നമ്മുടെ കൈകളുടെ സൗന്ദര്യവും നമുക്ക് ഒരേപോലെ തന്നെ നോക്കേണ്ടതാണ്. കാരണം ഫേസിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻ്റ് തന്നെ നമ്മുടെ കൈകൾക്കും നമ്മൾ കൊടുക്കാനായിട്ട് നോക്കുക. നമ്മൾ നല്ല രീതിയിൽ മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റോളം നമുക്ക് വെക്കണം. വെച്ചതിന് ശേഷമാണ് നമ്മളിത് കയ്യിൽ നിന്ന് വാഷ് ചെയ്ത് കളയുന്നത്. നമുക്കൊരു 20 മിനിറ്റ് ഒന്ന് ഇതേപോലെ വെക്കാം. ഞാൻ ഇവിടെ മാത്രമേ ഇടുന്നുള്ളൂ, അതുകൊണ്ടാണ് ബാക്കി എനിക്ക് ഇരിക്കുന്നത്. നിങ്ങൾ കൈയും ഫുള്ളായിട്ടും കാലയിലും ഇടുവാണെങ്കിൽ നമുക്ക് ഈ ഒരു അളവിലെടുത്തത് ഇത്രയും തന്നെ നമുക്കതിൽ ചിലവാകുന്നതാണ്. കാരണം എനിക്കിപ്പോൾ ഞാൻ കൈകളിൽ മാത്രമാണ് കാണിക്കുന്നത് നിങ്ങളെ, അതുകൊണ്ടാണ് എനിക്ക് ബാക്കി ഇരിക്കുന്നത്. നമുക്കിതൊരു 20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്യുമ്പോൾ ഉള്ള റിസൾട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പം എൻ്റെ കയ്യിൽ നിന്നെല്ലാം വാഷ് ചെയ്തിട്ടുണ്ട്. 20 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണാൻ പറ്റും. കാരണം എൻ്റെ നേരത്തെ കൈയുടെ ആ നിറവും ചെയ്തതിന് ശേഷമുള്ള നിറവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പറയണം. കാരണം നല്ല എഫക്റ്റ് നൽകുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുന്നത് തന്നെ. കാരണം എല്ലാവരും ഇത് ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ നഖങ്ങൾ നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് ആദ്യം ഞാൻ ക്ലീൻ ചെയ്തില്ല, ആ സമയത്ത് നിങ്ങൾക്ക് നഖത്തിന് ഷേപ്പ് ചെയ്യണമെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് നഖം ഷേപ്പ് ചെയ്യാവുന്നതാണ്. ഇതിനൊക്കെ ശേഷം നിങ്ങളൊരു നൈൽ പോളിഷൊക്കെ ഇട്ട് നല്ല ഗെറ്റപ്പ് ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൈകൾ നല്ല സുന്ദരമായിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം കൂടുതൽ സമയം നമ്മൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണെങ്കിൽ എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ടും കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാനായിട്ട് നോക്കുക. ഇത് ആൺകുട്ടികൾക്കും ചെയ്യാവുന്നതാണ് കേട്ടോ, പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാവരും ചെയ്യാനായിട്ട് നോക്കുക. ഏതെന്നൊക്കെ ഉള്ളതും കണ്ടല്ലോ നിങ്ങൾ. 2 സ്റ്റെപ്പാണ് ഉള്ളത്. കാരണം രണ്ടും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരുന്നു അതിൽ ഞാൻ കാണിച്ചത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ കൈകൾ കണ്ടോ, നല്ല ആ ഒരു സോഫ്റ്റ് ആയിട്ടാണ് എൻ്റെ കൈകൾ ഇരിക്കുന്നത്. കാരണം ഞാനിത് ആഴ്ചയിലൊരിക്കൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാലുകൾക്കും അതേപോലെ തന്നെ ഞാൻ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കൈകൾ നഖങ്ങളൊക്കെ നല്ലതുപോലെ ക്ലീൻ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള കൈകൾക്ക് മറ്റുള്ള പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതായത് കുഴിനഖം ഒന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും കൂടി ചെയ്യും. കാരണം വീട്ടമ്മമാരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജോലി തിരക്കൊക്കെ വന്ന് കൈകളൊക്കെ ശ്രദ്ധിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ സ്കിന്നൊക്കെ ചുളുങ്ങി മാറുകയൊക്കെ ചെയ്യും. അത് വളരെയധികം ബുദ്ധിമുട്ടായിട്ടൊക്കെ മാറും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ മുഖത്ത് കൊടുക്കുന്ന അതേപോലെ തന്നെ കെയർ നിങ്ങളുടെ കൈകൾക്കും കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ നിർത്താനായിട്ട് ചർമ്മത്തെ സാധിക്കുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാത്തതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ചോദിക്കാനായിട്ട് മറക്കരുത്. ഞാൻ അതിൻ്റെ മറുപടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്നെക്കൊണ്ടാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് സ്റ്റഡി ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു വീഡിയോ. കാരണം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്തോളൂ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.